അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ഇന്ന് നമ്മൾ ഡേ 2 ആണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ഒരു നേർച്ചയ്ക്കായിട്ട് പോകുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, ചാണകം മെഴുകുന്ന ഒരു നേർച്ച. അപ്പം ഞാനും അമ്മയും മാളും കൂടിയാണ് കേട്ടോ അതിന് പോകുന്നത്. നമ്മൾ മാത്രമല്ലായിരുന്നു കേട്ടോ, ഒരുപാട് പേര് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്തോ പരമ്പരാഗത വിശ്വാസത്തിൻ്റെ ഒരു നേർച്ച സമർപ്പണമാണെന്നാണ് പറയുന്നത്, അതായത് ഈ ചാണകം മെഴുകുന്നത്. അത് തന്നെയല്ല, ചെറിയ പള്ളിയിലേക്കുള്ള, നമ്മൾ ചെറിയ പള്ളിയിൽ പോകുമ്പോഴത്തേനും കുറേ സ്റ്റെപ്പുകൾ ഉണ്ടായിരിക്കുമല്ലേ, ആ സ്റ്റെപ്പുകളിലൊക്കെയാണ് നമ്മൾ ഈ ചാണകം മെഴുകുന്നത്. അപ്പം 12 മണിക്ക് ശേഷമാണ്, അതായത് 19-ാം തീയതിയാണ് കൊടിയേറുന്നത്. 19-ാം തീയതി 12 മണിക്ക് ശേഷം, അതായത് 20-ാം തീയതിയാണ് നമ്മളിത് നേർച്ച സമർപ്പണം നടത്തുന്നത്. അപ്പം നമ്മൾ മാത്രമല്ല കേട്ടോ, ഒരുപാട് പേരുണ്ടായിരുന്നേ. അപ്പം അതിൽ നമ്മൾ കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും നോക്കുന്നില്ല, ആർക്ക് വേണേലും വന്ന് ചാണകം മെഴുകിയിട്ട് പോവാം. അപ്പം എന്താ പറയുന്നത്, നമ്മൾ മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു 12 മണിക്ക് ശേഷം ഒരു മണി 2 മണി വരെയൊക്കെ ഉണ്ടാവുള്ളൂ എന്നായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം പിറ്റേ ദിവസം എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ, 6 മണി ഡ്യൂട്ടി. അപ്പം ഞാൻ 6 മണി ഡ്യൂട്ടിക്ക് പോയപ്പോഴും വഴിയിലെല്ലാം ഒത്തിരി പേര്, അതായത് ഈ സ്റ്റെപ്പ് ഇങ്ങനെ ചാണകം മെഴുകി പോരുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിതിപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ, എന്നുവെച്ചാൽ 12 മണി ആവാൻ വേണ്ടി. അതിന് മുന്നേയും ഒരുപാട് ആളുകൾ ഇതുപോലെ ചാണകം മെഴുകിയിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാനും അമ്മയും ചാണകം മെഴുകുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മാളും അവിടെ ഇരുന്ന് വീഡിയോ എടുത്ത് തന്നതാണേ. എന്തോ അമ്മ കുറച്ച് ചാണകം കിട്ടി, അത് രണ്ടായിട്ട് ഭാഗിച്ചിട്ട് അമ്മ ആദ്യം തൊട്ടേ അമ്മ മെഴുകി വന്നപ്പോൾ അമ്മയ്ക്ക് ഒത്തിരി ചാണകവും, ഞാൻ ആദ്യം തൊട്ട് മെഴുകി വന്നപ്പോൾ എൻ്റെ കയ്യിൽ ചാണകം ഒന്നും ഇല്ലായിരുന്നു. അപ്പം നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ മെഴുകാൻ അറിയാവുന്നതിൻ്റെ ആ ഒരു ഗുണവും കാര്യങ്ങളൊക്കെ. അല്ലെങ്കിലും പണ്ടുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്ന പോലെ നമുക്കൊക്കെ ചെയ്യാൻ കുറച്ചൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ, ഇനി ചെയ്തെങ്കിൽ പോലും അത്ര പെർഫെക്ഷനിൽ ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ ഈ ചാണകം മെഴുകുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗശാന്തിക്കും സന്താനലബ്ധിക്കും ഒക്കെ വേണ്ടിയിട്ടാണെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. നമുക്കതിനെക്കുറിച്ച് അറിയത്തില്ല. എന്തായാലും ഒരുപാട് പേർക്ക് അങ്ങനത്തെ ഒരു വിശ്വാസമുള്ള സ്ഥിതിക്ക് ചിലപ്പം അതായിരിക്കാം സത്യവും അല്ലേ. അപ്പം ദേശക്കഴുന്നാണ് ഇനി അടുത്തത് വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ നിന്നുകൊണ്ട് കഴുന്നും കാര്യങ്ങളും എല്ലാം. അപ്പോൾ അത് ഡേ 3-ലാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതായത് 21-ാം തീയതിയാണ് കാണിക്കാൻ പോകുന്നത്. അത് എത്രത്തോളം വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് കിട്ടുമെന്നൊന്നും അറിയില്ല. എങ്കിൽ കൂടിയും ഇത് ചാണകം മെഴുകുന്ന വീട് ഇന്ന് തന്നെ, അതായത് നമ്മൾ 20-ാം തീയതി തന്നെ വൈകിട്ട് ദേശക്കഴുന്നും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേശക്കഴുന്നിൻ്റെത് ഞാൻ ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നല്ല രസമായിരുന്നു കേട്ടോ. അവിടെ പോയി കാണാൻ വേണ്ടി ഞാനും അമ്മയും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നല്ലോ. അടിപൊളി എന്ന് പറഞ്ഞാൽ ബാൻഡ് സെറ്റും കാര്യങ്ങളും, അയ്യോ എനിക്ക് പറയാൻ പറ്റില്ല, അതുപോലെ അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്നിരുന്നാലും അതാ ഞങ്ങൾ ചാണകമൊക്കെ മെഴുകി തിരിച്ചു പോകുന്ന ഇതൊക്കെയാണ് കാണുന്നത് കേട്ടോ. അപ്പം എന്താ പറയുക, എപ്പോഴും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസിനൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. എന്നാലേ ഉള്ളൂ അടുത്ത ഇനി അപ്ഡേഷൻ വരുമ്പോൾ നിങ്ങളെ കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഓക്കെ, ബൈ.